ഹമാസ് ഭീകരന്മാർ കൊന്നു തള്ളും മുൻപുള്ള ബന്ദികളുടെ അവസാന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 6 ബന്ദികളുടെ ഏറ്റവും സുപ്രധാനമായ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഹമാസിൻ്റെ ബങ്കറുകളിൽ, ഹമാസിൻ്റെ ഒളിയിടങ്ങളിൽ ചിരിച്ചുല്ലസിക്കുന്ന 6 ബന്ദികൾ അറിയുന്നില്ല അടുത്ത നിമിഷങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ തങ്ങൾ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നുള്ളത്. 6 ബന്ദികളുടെ ഏറ്റവും സുപ്രധാനമായ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2024 തന്നെ കൊല്ലപ്പെട്ട 6 ബന്ദികൾ അവരുടെ ഒരു ദിവസത്തെ സുപ്രധാനമായ ചിരിച്ചുല്ലസിച്ചുകൊണ്ടുള്ള ആ പ്രവൃത്തി ദിവസമാണ്, അല്ലെങ്കിൽ അവർ ജീവനോടെ ഇരിക്കുന്ന ദിവസമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത്. ഹമാസിൻ്റെ പക്കൽ നിന്നും പുറത്തായ വീഡിയോയാണ് ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഏറ്റവും ആശ്ചര്യകരമാണ്, അതുപോലെ ഏറ്റവും വികാരഭരിതമാണ്. ഖാൻ യൂനിസിന് സമീപമുള്ള ഒരു ബങ്കറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേന പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലുള്ളത് 6 ബന്ദികളാണ്, 2 സ്ത്രീകളും 4 പുരുഷന്മാരും. അവർ സന്തോഷത്തോടുകൂടി ആ വീഡിയോയിൽ അവർ സംസാരിക്കുന്നു, ചിരിക്കുന്നു ഒക്കെ ചെയ്യുന്നു. ആ വീഡിയോ എടുക്കുന്ന ആളുടെ നോക്കി അവർ ആർത്തുല്ലസിച്ച് ചിരിക്കുകയാണ്. കാരണം അവർക്ക് അറിഞ്ഞുകൂടാ അടുത്ത മണിക്കൂറുകളിൽ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന്. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയപ്പെട്ട ആ ബന്ദികൾ 2024 കരുതുന്നത് ഹമാസ് എന്ന ഭീകരന്മാർ തങ്ങളെ വിട്ടയക്കുമെന്നാണ്. തങ്ങളെ തങ്ങളുടെ വീടുകളിൽ തങ്ങളുടെ ഉറ്റവരെ കാണാൻ അനുവദിക്കുമെന്നാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് അവർ ചിരിക്കുന്നത്, അവർ തമാശ പറയുന്നത്, അവർ പൊട്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന 6 ബന്ദികളെയും തൊട്ടടുത്ത ദിവസങ്ങളിൽ ഹമാസിൻ്റെ ഭീകരന്മാർ കൊന്നു തള്ളി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അവരെ ഒരിക്കൽ പോലും പിന്നീട് ഇത്തരത്തിൽ ചിരിക്കാൻ അനുവദിച്ചില്ല. അവരെ നിഷ്കരുണം കൊന്നുതള്ളി ഈ കാട്ടാളന്മാർ. 2023 ഒക്ടോബർ മാസം 7 ആ ദിവസമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനുള്ളിലേക്ക് ഹമാസിൻ്റെ ഭീകരന്മാർ കടന്നു കയറിയത്. 100 കണക്കിന് ഹമാസിൻ്റെ ഭീകരന്മാർ രാത്രിയുടെ മറവിൽ, ഇരുട്ടിൻ്റെ മറവിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി. പിന്നീട് ചെയ്തത് ലോകം പോലും നടുങ്ങുന്ന കൊടും ക്രൂരതയാണ്. ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിനുള്ളിൽ 1500ഓളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നു തള്ളി. 240 മുതൽ 300 വരെ ഇസ്രായേലികളെ ബന്ദികളാക്കി സ്വന്തം നാട്ടിലേക്ക് തട്ടിക്കൊണ്ടുപോയി, അതായത് ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയി. രാത്രിയുടെ മറവിൽ സ്ത്രീകളെയും കുട്ടികളെയും അങ്ങനെ ഒരു പരിഗണനയില്ലാതെ കൊന്നു തള്ളുകയായിരുന്നു ഈ ഹമാസിൻ്റെ ഭീകരന്മാർ ചെയ്തത്. സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിനുള്ളിലിട്ട് വീടിന് തീ വച്ചു. പെൺകുട്ടികളെയും സ്ത്രീകളെയും തെരുവുകളിൽ ബലാത്സംഗത്തിന് ഇരയാക്കി. അതിനുശേഷം നിഷ്കരുണം വധിച്ചു. തട്ടിക്കൊണ്ടുപോയ 300ഓളം വരുന്ന ഇസ്രായേലികളെ പല കാലഘട്ടങ്ങളിലായി, പല സ്ഥലങ്ങളിലായി ബലാത്സംഗത്തിന് വിധേയമാക്കി. ഒടുവിൽ അവരിൽ 100-ലധികം പേരെ വധിച്ചവരുടെ മൃതദേഹം പോലും കൃത്യമായി തിരിച്ചു നൽകാൻ ഹമാസിൻ്റെ ഭീകരന്മാർ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധമാണ് ചരിത്രമായത്. ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കെതിരെ 2 വർഷത്തിലധികമായി നടത്തുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ഏറെക്കുറെ വിജയിച്ചിരിക്കുന്നു. ഹമാസ് എന്ന ഭീകരന്മാരെ പരിപൂർണമായും ഗാസയിൽ നിന്ന് ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചിരിക്കുന്നു. ഗാസയുടെ മണ്ണിൽ നിന്ന് ഹമാസിൻ്റെ പൂർണ്ണമായ ഉന്മൂലനം ഇസ്രായേലിനെ കൊണ്ട് സാധ്യമായിരിക്കുന്നു. എന്തായാലും ഇസ്രായേൽ എന്ന രാജ്യം നടത്തിയത് വലിയ പ്രതികാരമാണ്. ആ രാജ്യം തങ്ങളുടെ ജനതയ്ക്ക് നേരെ ഒരു ഭീകര സംഘടന നടത്തിയ വലിയ ക്രൂരതയ്ക്ക് അതിശക്തമായ തിരിച്ചടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ ഏറ്റവും പ്രസക്തമായ ചില ദൃശ്യങ്ങൾ കൂടി ഇസ്രായേലി സേന തങ്ങളുടെ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. 6 ബന്ദികൾ അവരുടെ മരണത്തിന് മുൻപ് ഹമാസിൻ്റെ പിടിയിൽ, ഹമാസിൻ്റെ
കൽത്തുറങ്കലിൽ ഹമാസിൻ്റെ ബങ്കറുകളിൽ ജീവിക്കുന്ന പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ. ഈ 6 ബന്ദികളെയും ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഹമാസിൻ്റെ ഭീകരന്മാർ കൊന്നു തള്ളി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. എന്തായാലും ഹമാസിൻ്റെ കൊടും ക്രൂരതയുടെ ഒരു തെളിവ് കൂടി പുറത്തു വരികയാണ്. ഏറ്റവും നിർണായകമായ ഒരു വീഡിയോ ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു.